രാവിലെ അല്പം കറിക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എങ്കിലും നിങ്ങളതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. കാരണം ഈ സ്ഥലം ഇത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ചാത്തേടം തുരുത്തിപ്പുറം കടവാണ്. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് ഈ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് വന്നിട്ടുള്ളത്. അതായത് രാവിലെ 1 മണിക്കൂർ യാത്ര ചെയ്ത്, ഇപ്പോൾ രാവിലെ 7 മണിയാണ് സമയം, 1 മണിക്കൂർ യാത്ര ചെയ്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, നല്ല ഫ്രഷ് മീൻ, നല്ല പച്ച മീൻ, പെടക്കണ മീൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ പെടക്കണ മീനാണ് ഈ മുന്നിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ചാലക്കുടിയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ വന്നിട്ടുള്ളത് പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ മീൻ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളിൽ പലർക്കും പരിചയമുള്ള സ്ഥലമാണ്, നിങ്ങൾ വന്നിട്ടുള്ള സ്ഥലമായിരിക്കാം. എങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഈ മാർക്കറ്റിന് തൊട്ട് മുമ്പിൽ കോട്ടപ്പുറം രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്പൽ ഒരെണ്ണമുണ്ട്. നല്ല പെടക്കണ മീൻ എന്ന് പറഞ്ഞാൽ പെടക്കണ മീനാണ്. ഇതാ കണ്ട പെടക്കുന്നത് നമുക്ക് കാണാം. വളരെ വില കുറവുമാണ്, നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. ചാലക്കുടി ഭാഗത്ത് മീൻ കിട്ടും, എങ്കിലും അതിൽ കുറേ കൂടി നല്ല മീനാണ് ഇവിടത്തേന്ന് തോന്നുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് 1 മണിക്കൂറോളമൊക്കെ യാത്ര ചെയ്ത് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും നല്ല സഹകരണ ഉള്ള ആൾക്കാരാണ്. നല്ല കൊഴുവ, നല്ല സൂചി കൊഴുവയാണ്, ചെറിയ കൊഴുവയാണ്. അതിൻ്റെ തലേന്നും പോലും വെട്ടാനായിട്ട് ഇല്ല. ഏതാണ്ട് വെളുപ്പിന് 5:30 മണി മുതൽ ഇവിടെ ഈ മാർക്കറ്റ് ആരംഭിക്കും. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് മീൻ വാങ്ങുന്നുണ്ട്. ഈ പരിസരത്തുള്ള ആളുകളോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നല്ല മീൻ വേണമെന്ന് തോന്നിയാൽ ഇവിടെ വരാം, വാങ്ങിക്കാം. നല്ല ഫ്രഷായിട്ടുള്ള മീനും ചാകാത്ത മീനും ഒക്കെ ആയതുകൊണ്ട് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇവിടെ കാണുന്ന എല്ലാ സ്റ്റാളിലും ഇതുപോലെയുള്ള നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ മീൻ വൃത്തിയാക്കി തരും. ഇപ്പോൾ നമുക്ക് ചെമ്മീൻ കിള്ളാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർ ചെമ്മീൻ കിള്ളിത്തരും. അതുപോലെ തന്നെ മീൻ വെട്ടിത്തരും. നല്ല വൃത്തിയായിട്ട് കയ്യിലൊക്കെ ഗ്ലൗസ് എല്ലാം ഇട്ട് നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഇതെല്ലാം ക്ലീനാക്കി തരുന്നത്. നമുക്കതിപ്പോൾ വിശ്വസിച്ച് തന്നെ ഇത് ഉപയോഗിക്കാം. അതാ ഞാൻ വാങ്ങിയ വറ്റയാണത്. അതുപോലെ തന്നെ കരിമീൻ വാങ്ങിയിട്ടുണ്ട്, ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 ആഴ്ചയെല്ലാം കൂടുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് പോകും. അങ്ങനെയാണ് ഒരു പതിവ്. അതുപോലെ തന്നെ വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റിൽ ഞാൻ പോകാറുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടും. മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന മീനുകൾ പലതും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അത്തരം മീനുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വയറ് കേടാവും. പല കാർബൈഡുകളും അമോണിയ പോലെയുള്ള സാധനങ്ങളും ഇട്ടാണ് പല മാർക്കറ്റുകളിലും മീനൊക്കെ വരുന്നത്. നമ്മുടെ ചാലക്കുടി മാർക്കറ്റുകളിലൊക്കെ ലഭിക്കുന്ന മീൻ അത്തരത്തിലുള്ള മീനുകളാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി ഇതുപോലെ ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, വയറ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഏതായാലും ഈ പരിസരത്തുള്ള ആളുകൾക്ക് ഈ സ്ഥലം അറിയാം. ഇപ്പോൾ ചാലക്കുടിയോ അതുപോലെയുള്ള പ്രാന്തപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഇത് അറിയില്ലാത്ത ആളുകൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കട്ടെ, നല്ല മീൻ കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഇവിടെ ഒരു ചാപ്പൽ, ഒരു കപ്പേളയുണ്ട്. അത് കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ കുരിശുപള്ളിയാണ്. അത് ഈ ഷോപ്പുകളുടെയൊക്കെ മുൻപിൽ കടവിൽ നേരത്തെ ഉള്ളതാണ്. നമുക്കത് കാണാം. ഉണക്കമീൻ, മുസാടുത്, ഉണക്കച്ചെമ്മീൻ, അങ്ങനെയുള്ള അച്ചാറുകൾ, വിവിധ തരം അച്ചാറുകളുണ്ട്. മീനച്ചാറുണ്ട്, ഇറച്ചി അച്ചാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഇതിവിടെ കാണാം. അതുപോലെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല മീനുകൾ, ഇപ്പോൾ കരിമീൻ, ചെമ്മീൻ, ഞണ്ട്, കക്ക, കൊഴുവ, അങ്ങനെ ഇതെല്ലാം ഈ വെളുപ്പിന് 5:30 മണി മുതൽ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ആവശ്യമുള്ള ഇതെല്ലാം മേടിച്ചു. അത് അവർ ഇവിടെ നിന്ന് തന്നെ ഫ്രഷായിട്ട് അവർ ക്ലീനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.